പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. 2025 ഏപ്രിൽ മാസത്തിലാണ് വിഷു വരുന്നത്. അപ്പോൾ വിഷുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ വർഷവും വിഷുവിന് ഇറക്കാറുണ്ട്. അപ്പം അതിനകത്താണെങ്കിൽ ഒരു കഥാരചന കവിതാരചന മത്സരം നടത്തുകയും അതിൻ്റെ വിജയികളായവരെ പ്രഖ്യാപിക്കുകയും അവരുടെ രചനകളും വരുന്നത് വിഷുപ്പതിപ്പിലാണ്. അപ്പോൾ സാധാരണ അങ്ങനെ വിഷുപ്പതിപ്പിൽ വരുന്ന ആൾക്കാർ ഭാവിയിൽ വലിയ എഴുത്തുകാരാവും എന്നുള്ള ഒരു പ്രവണതയും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാതൃഭൂമിക്കാർ വളരെ അവരുടെ ഒരു ബാഡ്ജ് ഓഫ് ഓണറായിട്ട് എപ്പോഴും ഞാൻ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിഷുപ്പതിപ്പിൽ വരുന്ന ഒന്നാം സ്ഥാനം കിട്ടുന്ന കഥാകൃത്തുക്കളൊക്കെ ഭാവിയിൽ വലിയ കഥാകൃത്തുക്കളും കവികളും ഒക്കെ ആവും എന്നുള്ളത് അവരിങ്ങനെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാനാണെങ്കിൽ വിഷുവായിട്ടനുബന്ധിച്ച് എനിക്ക് വിഷുപ്പതിപ്പ് വാങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാനാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നടന്ന ഒരു ഗ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഇത് മൈൻഡ് മിറർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ദ മൈൻഡ് മിറർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നാണ് അതിൻ്റെ പേര്. അത് കരുനാഗപ്പള്ളി വെച്ചാണ് നടന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ കൊല്ലം KSRTC സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയിട്ട് എനിക്ക് കരുനാഗപ്പള്ളി അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല എവിടെ പോകേണ്ടത്. ഞാൻ ഒരു ഊഹം ഞാൻ അറിഞ്ഞപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ചെന്ന സമയത്ത് ഞാനിങ്ങനെ അവിടെയൊക്കെ ചോദിച്ചു, അവിടുത്തെ കണ്ടക്ടർമാരടുത്തൊക്കെ എങ്ങനെ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ, അതായത് KSRTC ബസ് സ്റ്റാൻഡിനകത്തുള്ള ഈ സ്റ്റോളിൽ ചായ കൊടുക്കുന്ന ടൈപ്പ് സ്റ്റോളിൽ, ചെറിയൊരു സ്റ്റോളിനകത്ത് ഈ ആഴ്ചപ്പതിപ്പ് ഈ വീക്കിലികളും മാഗസീൻസും വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിഷുപ്പതിപ്പ് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചു. അതുകൂടാതെ മറ്റ് 2 മാഗസീൻ കൂടെ വാങ്ങിച്ചു. അത് രണ്ടും ഞാൻ കാണിക്കാം. വിഷുപ്പതിപ്പാണ് മെയിനായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ഓർത്തു അവിടുന്ന് വിഷുപ്പതിപ്പ് വാങ്ങിച്ചു. അപ്പോൾ വിഷുവിൻ്റെ സമയത്തല്ല കിട്ടിയത്, പക്ഷേ മാതൃഭൂമി വിഷുപ്പതിപ്പ് കിട്ടി. ഏപ്രിൽ 20 വരെയാണ്, 2025 ഏപ്രിൽ 20 വരെയുള്ള മാഗസീനാണ്. 20-ാം തീയതിയാണ് ഞാൻ വാങ്ങിയത്. കാരണം 20-ാം തീയതിയാണ് ഞാൻ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് പോയത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് വാങ്ങിച്ചത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 2025 ഏപ്രിൽ 20 വരെയുള്ളത്. ഇതാണ് വിഷുപ്പതിപ്പ്. അപ്പോൾ വിഷുപ്പതിപ്പിൽ കവറായിട്ട് കൊടുത്തിട്ടുള്ളത് 3 പേരാണ്. അതായത് കഥാരചനയ്ക്ക് ഒന്നാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം കിട്ടിയതും, കവിതാരചനയ്ക്ക് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം കിട്ടിയ വ്യക്തികളുടെ ഫോട്ടോയാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കഥാരചനയ്ക്കാണോ കഥാരചനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ വ്യക്തിയാണ് ഇദ്ദേഹം. സ്ത്രീ അവർകൾ കവിതാരചനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയാണ്. 2 പേരുടെ പേര് ഞാൻ വായിക്കാം. കഥാരചനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ വ്യക്തിയുടെ പേര് ഷാഫി പൂവത്തിങ്കൽ. അതുകൂടാതെ കവിതാരചനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയത് ആതിര സദാനന്ദും ഷാഫി പൂവത്തിങ്കലുമാണ് മെയിൻ കവറിൽ വന്നിട്ടുള്ളത്. കൂടാതെ മറ്റ് ചെറിയ ഫോട്ടോകൾ അറിയുന്നത് ഗൗരി CVയും മേഘ്ന കെയും. ഗൗരി C, മേഘ്ന K. കൂടാതെ കവിതാരചനയ്ക്ക് 2ാം സമ്മാനവും 3ാം സമ്മാനവും കിട്ടിയിട്ടുള്ളത് അതുൽ പൂതാടി ശ്രീവാസ് AV. അങ്ങനെ അവരുടെ പടങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാം സമ്മാനം കിട്ടിയ കവിതാരചന 1ാം സമ്മാനം കിട്ടിയ വ്യക്തികളുടെ ഫോട്ടോയാണ് വലുതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഉള്ളടക്കം പേജിലേക്ക് കിടക്കണം. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് വായിക്കുക. ഉള്ളടക്കം പേജിൽ മെയിനായിട്ട് കഥാരചന കവിതാരചന 1ാം സമ്മാനമാണ്. അപ്പോൾ ഞാൻ അത് വേണമെങ്കിൽ ആദ്യം വായിക്കാം. അതായത് 1ാം സമ്മാനം കിട്ടിയ കഥയുടെ പേര് റഖീബിനും അതീത്തിനുമിടയിലെ നുണകൾ എന്നാണ് 1ാം സമ്മാനം കിട്ടിയ കഥയുടെ പേര്. എഴുതിയിട്ടുള്ളത് ഷാഫി പൂവത്തിങ്കൽ. 2ാം സ്ഥാനം കിട്ടിയ കഥയുടെ പേര് കാന കണ്ടെയ്ൻ തോഴി നാൻ. എഴുതിയിട്ടുള്ളത് ഗൗരി CV. 3ാം സമ്മാനം കിട്ടിയ കഥയുടെ പേര് കണ്ടനാർ കേളൻ. എഴുതിയിട്ടുള്ളത് മേഘ്ന K. കവിതകളാണ്. കവിതയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആതിര സദാനന്ദനാണ്. കവിതയുടെ പേര് ഖമേലവാല എന്നാണ് കവിതയുടെ പേര്. 2ാം സ്ഥാനം കിട്ടിയ കവിതയുടെ പേര് ഉപ്പിലമുത്തി. എഴുതിയിട്ടുള്ളത് അതുൽ പൂതാടി. 3ാം സമ്മാനം കിട്ടിയ കവിതയുടെ പേര് ഭാഷയില്ലാത്തൊരപ്പൻ്റെ പേച്ച്. എഴുതിയിട്ടുള്ളത് ശ്രീവാസ് AV. കൂടാതെ മറ്റ് കണ്ടൻറ്റുകൾ വായിക്കുകയാണ്. ഒന്ന് കണിക്കൊന്നയുടെ ദൃഷ്ടാന്തം. എഴുതിയിട്ടുള്ളത് സുഭാഷ് ചന്ദ്രൻ. അത് എഡിറ്റോറിയലാണ്. സാഹിത്യ മത്സരം കഥ വിധികർത്താക്കളുടെ കുറിപ്പ്. സർഗശക്തിയുടെ പുതിയ നിരപ്പുകൾ. അപ്പം കഥയ്ക്ക് ജഡ്ജ് ചെയ്ത ആൾക്കാരുടെ കുറിപ്പാണ്. അടുത്ത അഭിമുഖം. കുടിപ്പുലർച്ചയുണ്ട്, അതിനാൽ കഥകളുമുണ്ട്. ഷാഫി പൂവത്തെങ്കിലുമായിട്ട്, അതായത് 1ാം സമ്മാനം കിട്ടിയ കഥാരചനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ ഷാഫി പൂവത്തെങ്കിലുമായിട്ട് അഭിമുഖം. സാഹിത്യ മത്സരം കവിത വിധികർത്താക്കളുടെ കുറിപ്പ്. കവിതകളുടെ ജഡ്ജസിൻ്റെ കുറിപ്പ്. അതിന് തലക്കെട്ടുള്ളത് അഴുക്കിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന വിദ്യ. അഭിമുഖം.
കവിതാ രചനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ ആതിര സദാനന്ദമായിട്ടുള്ള അഭിമുഖം. അതിൻ്റെ പേര് സത്യസന്ധമായ വിമർശനം, കലയുടെ അവകാശം. അടുത്ത സാഹിത്യ മത്സരം ചുരുക്കപ്പട്ടിക. അതായത് ഈ സാഹിത്യ മത്സരത്തിൽ 100 കണക്കിന് ആൾക്കാരാണ് ഇതിനകത്തോട്ട് എന്താ പറയുക കഥകളും കവിതകളും എഴുതി വെച്ചിട്ടുള്ളത്. 100 കണക്കിനാണ്. കാരണം വെച്ചാൽ കേരളത്തിലെ മിക്കവാറും എല്ലാ കോളേജിൽ നിന്നും ഇതൊരു ഭയങ്കര ഫേമസ് സംഭവമാണല്ലോ ഈ വിഷു പതിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക 100 കണക്കിന് ആൾക്കാരാണ് അയച്ചത്. അതിൽ നിന്നും അവസാനത്തെ പ്രോത്സാഹന സമ്മാനം പോലെ 3 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ഒരു ചുരുക്കപ്പട്ടികയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് കണ്ടൻറ്റുകളാണ് ലഹരിയും യുവാക്കളും, ലഹരിയുടെ ഇരുൾ ഗുഹകൾ തേടി, എഴുതിയിട്ടുള്ളത് NP ഹാഫിസ് മുഹമ്മദ്. അടുത്ത കുട്ടികളും കുറ്റകൃത്യങ്ങളും, കുട്ടികളാണ് പക്ഷേ വ്യക്തികളുമാണ്, എഴുതിയിട്ടുള്ളത് ഡോക്ടർ AK അബ്ദുൽ ഹക്കീം. അടുത്തത് 72 സിനിമാ കച്ചവടം പ്രതിബദ്ധത, എമ്പുരാനിൽ നിന്ന് സന്തോഷിലേക്കുള്ള ദൂരങ്ങൾ, CV രമേശ്. അനുസ്മരണം, കാലം മാനിക്കുന്ന കതിർക്കണം, എഴുതിയിട്ടുള്ളത് RVM ദിവാകരൻ. അടുത്ത നോവൽ മൾബറി, അത് സ്ഥിരം പങ്ക്തിയാണ്. അതുപോലെ വായനക്കാർ എഴുതുന്നു, വ്യഭിനിവേശം, അക്ഷരം പ്രതി, കൊണ്ടാട്ടം. ഇത്രയും എന്താ പറയുക സ്ഥിരം പങ്ക്തികളാണ്. മാതൃഭൂമി വിഷുപ്പതിപ്പ്. അടുത്തത് ഇതുവരെ നമ്മൾ ഹോളി ചെയ്യാത്ത, എന്നാൽ ഞാൻ പണ്ട് വായിക്കാറൊക്കെ ഉണ്ടായിരുന്നൊരു മാഗസീനാണ്. നമ്മളെ ചാനൽ ഇതുവരെ ഹോളി ചെയ്തിട്ടില്ല. അതാണ് ഔട്ട്ലുക്ക് ഞാൻ പണ്ട് വീക്കും ഔട്ട്ലുക്കൊക്കെ പണ്ട് സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെ സ്ഥിരമാണെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഇറങ്ങുമ്പോൾ കാണുമ്പോഴൊക്കെ വായിക്കുമായിരുന്നു. അന്ന് തന്നെ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വായിക്കുന്നതായിരുന്നു. ഇത് ഔട്ട്ലുക്ക് എന്നാണ് മാസികേൻ്റെ പേര്. ഇത് വീക്ക് പോലത്തെ ഒരു മാസികയാണ്. ഇത് April 1, 2025 ആണിത്. ഇതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് വേൾഡ് അറ്റ് റീസെറ്റ് എന്നാണ് കവർ സ്റ്റോറിയുടെ പേര്. അപ്പോൾ അതിനകത്ത് കോൾഡ് വാർ റൈവൽസ്, റഷ്യ ആൻഡ് ദ US ആർ ടാക്കിംഗ് ഓഫ് പീസ് ഡീൽ. Europe is in a state of flux. China is prepared for any war. New alliances and new enemies are being formed. Is there a new world order, a new war, a new reset? അതായത് ബേസിക്കലി റഷ്യയും ചൈനയും ഇപ്പം കുറച്ച് പീസ്ഫുൾ ടൈംസിലാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പുട്ടിനുമായിട്ട് ഭയങ്കര ചക്രയിച്ച പോലെ ആവാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ എന്നാൽ ചൈനയെ ടാരിഫൊക്കെ കൊണ്ടുവന്നിട്ട് ചൈനയെ ഒന്നൊന്ന് കൊട്ടുകയും ചെയ്തു. അപ്പം ഇനിയും റഷ്യയും അമേരിക്ക ഒന്നായിട്ട് ബാക്കി ചൈനയായിട്ടാണോ യുദ്ധം എന്നുള്ളതാണ് ഒക്കെ ഉള്ളതാണ് അതിൻ്റെ കവർ സ്റ്റോറി. റീസെറ്റ്. അപ്പം ഇത്രേ ഉള്ളൂ. മദർ റഷ്യ. യെസ്, ഇത്ര കണ്ടൻറ്റ് പേജ് ഇത്രേ ഉള്ളൂ. ഇതാണ് കണ്ടൻറ്റ് പേജ്. ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ഈ കണ്ടൻറ്റ് പേജ് ഇല്ലാത്ത കുറേ കണ്ടൻറ്റും കാണും കേട്ടോ അകത്തോട്ട്. ഇത് മെയിനായിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ് കണ്ടൻറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ. ദ എവല്യൂഷൻ ഓഫ് വേൾഡ് ഓർഡേഴ്സ്, അതാണ് ഒന്നാമത്തെ കവർ സ്റ്റോറി ആയിട്ട് വന്നിട്ടുള്ളത്. ഓവർ ദ സെഞ്ചുറീസ് ദ ഗ്ലോബൽ ഓർഡർ ഹാസ് ഷിഫ്റ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് വിത്ത് ദ റൈസ് ഓഫ് തേർഡ് വേൾഡ് പവേഴ്സ്. ദ പോസ്റ്റ് കോൾഡ് വാർ US ഹെജിമോണി മേ ഹാവ് ടു ഫേസ് കോൺസിക്വൻസസ്. എഴുതിയിട്ടുള്ളത് സിഗന്ദു ഭട്ടാചാര്യാണ് എഴുതിയിട്ടുള്ളത്. അടുത്തത് എൻ്റർ എ ന്യൂ പ്രിവിലിയസ് ഇറ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് അസ് ടു അണ്ടർസ്റ്റാൻഡ് എ പ്രൊഫൗണ്ട്ലി ട്രാൻസ്ഫോംഡ് ഗ്ലോബൽ ഓർഡർ. എഴുതിയിട്ടുള്ളത് ജെഫ്രി വിറ്റ്സോവ്. അടുത്ത E ഫോർ എക്ലിപ്സ് എഴുതിയിട്ടുള്ളത് അമീർ അലിയാണ്. അതിൻ്റെ ബ്ലർബ് എന്താണെന്ന് വെച്ചാൽ ദ 21st century ഈസ് ടേണിംഗ് ഓൺ 2 hinges വേർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് യൂറോപ്യൻ നേഷൻ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് സോവിയൻ ഇൻറ്റഗ്രിറ്റി ആർ ഇൻവോൾവ്. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ റീ ഓറിയൻ്റ് എന്നാണ് ആർട്ടിക്കിളിൻ്റെ പേര്. ചൈനാസ് അൾട്ടിമേറ്റ് എയിം ഈസ് ടു റീപ്ലേസ് ദ US ആൻഡ് ബിക്കം ദ പ്രീ എമിനൻറ്റ് പവർ ഇൻ ദ വേൾഡ്. അത് ചൈന കുറേ നാളായിട്ട് അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതിയുള്ള അവിനാഷ് ഗോൾഡ് പോലെ. അത് പുതിയ കാര്യം പോലെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് അവന്മാർ കുറേ നാളായിട്ട് ചൈന പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈനയ്ക്ക് എത്താൻ പറ്റുന്നില്ല. വേർ ഈസ് മൈ സ്കൂൾ, അത് മറ്റൊരു ആർട്ടിക്കിളാണ്. ഹാസ് ദ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം മെറ്റ് ഇറ്റ്സ് ടാർഗറ്റ് ടു പുഷ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ ഡിക്കേഡ് ആഫ്റ്റർ ഇറ്റ് വാസ് ലോഞ്ച് ബൈ അരണ്യ മുഖർജിയാണ് അത് എഴുതിയിട്ടുള്ളത്. ശിവാജീസ് രവീന്ദ്ര സംഗീത് എന്ന് പറയുന്ന ആർട്ടിക്കിളുടെ പേരാണ്. അത് എഴുതിയിട്ടുള്ളത് സോഹം ദാസ് ആണ്. ബ്ലർബ് വന്നിട്ട് ഹൗ ഡസ് ബംഗാളി ലിറ്ററേച്ചർ പെർസീവ് മറാത്ത ഹീറോയിസം എസ്പെഷ്യലി ഇൻ എ ഏജ് ഓഫ് റിലീജിയസ് പോളറൈസേഷൻ. അപ്പം മറാത്ത ഹീറോയിസത്തെ എങ്ങനെയാണ് ബംഗാളി ലിറ്ററേച്ചർ കണ്ടതെന്നുള്ളതാണ് ആ ആർട്ടിക്കിൾ. അത് ലിറ്ററേച്ചറിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ വായിക്കുന്നതായിരിക്കും. ഡയറി എന്ന് പറയുന്നത് സ്ഥിരം പങ്ക്തിയാണ്. അത് 60ാമത്തെ പേജിൽ. ഔട്ട്ലുക്ക് അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന മാഗസീനാണ്. ഇപ്പം ഒരുപാട് നാളെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വാങ്ങാത്തതും വായിക്കാത്തതുമായിട്ടുള്ള മറ്റൊരു മാഗസീനാണ് ഔട്ട്ലുക്കിൻ്റെ തന്നെ മണി എന്ന് പറയുന്ന മാഗസീൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമ്പാദ്യം, ധനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഗസീനുകളുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വാങ്ങാറില്ല, വായിക്കാറുമില്ല. കാരണം അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാനൊരു ഔട്ട്ലുക്ക് മണി എന്ന് കണ്ടുകൊണ്ട് എടുത്തതേ ഉള്ളൂ. മണി എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ
ജീവിതത്തിൽ ഒരിക്കലും വായിക്കാത്തൊരു മാഗസീനാണ്. ഹോൾ ചെയ്തേ ഉള്ളൂ. ഇങ്ങനെ ഒരു മാഗസീനുണ്ട്. അപ്പോൾ അതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബിവെയർ ഓഫ് ബാങ്ക് ആർഎംസ്. ബാങ്ക് ആർഎം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് മാനേജറുടെ ഷോർട്ട് ഫോമാണ് ആർഎം. ബാങ്ക് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് യൂഷ്വലി ഹാവ് സെയിൽസ് ടാർഗറ്റ് ഇൻ മൈൻഡ് ആൻഡ് നോട്ട് യുവർ ഇൻട്രസ്റ്റ്, ലീഡിങ് ദം ടു മിസ് സെൽ പ്രോഡക്ട്സ്. ഡോണ്ട് ഫാൾ ഫോർ ദ സ്പൈൽ. അടുത്ത മറ്റൊരു ചെറിയ കവർ സ്റ്റോറി, ഡോക്യുമെൻറ്റ്സ് യു നീഡ് ടു ഡീൽ വിത്ത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ലൗഡ് വൺ. ക്രാഷ് ആൻഡ് ബേൺ ഷുഡ് യു ബൈ സ്റ്റോക്സ് അറ്റ് ലോവർ ലെവൽസ്. ക്രാഷ് ആൻഡ് ബേൺ ഷുഡ് യു ബൈ സ്റ്റോക്സ് അറ്റ് ലോവർ ലെവൽസ്. അങ്ങനെ 3 കവർ സ്റ്റോറി ഉണ്ട്. അതിനകത്ത് മെയിൻ കവർ സ്റ്റോറി ബിവെയർ ഓഫ് ആർഎംസ്, റിലേഷൻഷിപ്പ് മാനേജേഴ്സിനുമായിട്ട് സൂക്ഷിക്കുക ബാങ്കിൽ. കൂടാതെ ഈ പർട്ടിക്കുലർ, അതായത് ഏപ്രിൽ മന്ത്ലിയാണ്, ഏപ്രിൽ 2025 എന്താ പറയുക മണി ഔട്ട്ലുക്ക് മണിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സപ്ലിമെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഔട്ട്ലുക്ക് ട്രാവലറിൻ്റെ ഒരു സപ്ലിമെൻറ്റ് ഫ്രീ ആണ്. ഈ സാധനം ഫ്രീ ആണ്. ഈ ചെറിയൊരു മാസിക ഫ്രീ ഉണ്ട്. ഒരു മാസികയുടെ വേറൊരു മാസിക ഫ്രീ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടു. ഇത് ചെറിയൊരു മാസിക ഫ്രീ. ഇത് നമ്മൾ ഇതിലേക്ക് വരുന്നതായിരിക്കും. അത് ഇതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് നോക്കാം. ഔട്ട്ലുക്ക് ട്രാവലർ ഞാൻ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നൊരു മാഗസീനാണ് കേട്ടോ. ഇതിൻ്റെ ഔട്ട്ലുക്ക് മണിയുടെ എഡിറ്ററിൻ്റെ പേര് നിധി സിൻഹ എന്നാണ് എഡിറ്ററിൻ്റെ പേര്. കണ്ടൻറ്റോടെ കണ്ടൻറ്റ് ഇതാണ് കവർ സ്റ്റോറിയുടെ കണ്ടൻറ്റ്. അതുകൂടാതെ വേറൊരു പേജിലും അതായത് ബേസിക്കലി ഇത് ഒരു കണ്ടൻറ്റ്, അവിടെ അപ്പുറത്ത് പരസ്യമാണ്. അതിനുശേഷം അടുത്ത കണ്ടൻറ്റ് രണ്ട് പേജിൽ ഇപ്പോൾ സെപ്പറേറ്റ് പേജുകളിലായിട്ടാണ് കണ്ടൻറ്റ് ഉള്ളത്. അപ്പോൾ ഞാനിത് രണ്ടും വായിക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കവർ സ്റ്റോറിയാണ് മിസ് സെല്ലിംഗ് സാഗ. ലൈസ് ബാങ്ക് ആർഎംസ് ടെൽ യു ടു മീറ്റ് ടാർഗറ്റ്സ്. ഹാവിംഗ് എ ഡെഡിക്കേറ്റഡ് ബാങ്ക് റിലേഷൻഷിപ്പ് മാനേജർ RM is often seen as a privilege, but mis-selling turns that privilege on its head when customers of these so-called premium services end up victims of bad financial advice. We tell you how and why it happens and what you can do about it. അപ്പം ബാങ്ക് ആർഎംസിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കവർ സ്റ്റോറി. അടുത്തത് ബാക്കിയുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് കണ്ടൻറ്റുകളാണ് വായിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്പെഷ്യൽ സ്റ്റോറിയാണ്. ഒന്ന്, ഷുഡ് യു ബൈ സ്റ്റോക്സ് അറ്റ് ലോവർ ലെവൽസ്. Are you tempted to buy a stock that has dropped sharply? Think again. There's still a lot of market volatility out there, and sometimes the volatility is in negative news driven stocks can persist for a long time. അപ്പോൾ അതാണ് ഒരു ആർട്ടിക്കിൾ. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ദ സഹി ക്വസ്റ്റ്യൻ, ടു സിപ്പ് ഓർ ടു നോട്ട് സിപ്പ്. ദ മാർക്കറ്റ് downtrend combined with a high SIP stoppage ratio has left many mutual fund investors in a contrary on whether they should continue their SIP or not. We explore and find out when it makes sense to stop SIPs. Column, both FDs and MFs have scope to grow. അടുത്തത് OLM 50 എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആൻഡ് ഓൾ വെതർ ഫണ്ട്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ. അടുത്ത ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഡെത്ത്. In an increasing digitalized world, the personalized IDs and documents of a deceased person face the risk of fraud. We tell you the documents you should need to keep an eye on and when to cancel or surrender them. അപ്പോൾ മരിച്ച ആൾക്കാരുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു ആർട്ടിക്കിൾ. പിന്നെ ടാക്സേഷൻ, വൈ ടു ഇൻവെസ്റ്റ് ഇൻ ടാക്സ് സേവിങ് പ്രോഡക്ട്സ് ഇൻ ന്യൂ റെജീം. എന്തുകൊണ്ട് ടാക്സ് സേവിങ് പ്രോഡക്ട്സിൽ നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യണം. ദ കസ്റ്റ് ഓഫ് ജനറേഷണൽ വെൽത്ത് കോളമാണ്. അതായിട്ടുള്ളത് എഴുതികളുടെ പേരില്ല, പക്ഷേ ട്രൂ വാല്യൂ ക്രിയേഷൻ ഈസ് ഓഫ്റ്റൻ ഇൻവേർഡ് ഇൻ ദ മണി ക്രിയേഷൻ ആൻഡ് ജേർണി. ടീച്ചർ കിഡ്സ് ടു ബി വാല്യൂ ക്രിയേറ്റേഴ്സ് ആൻഡ് സ്റ്റെവേർഡ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് മണി റൈറ്റ്സ്. ലറീസ ഫെർണാഡാണ് എഴുതിയിട്ടുള്ളത്. ആൾസോ റീഡ്സ്. പിന്നെ ഉള്ളത് റെഗുലർ കോളംസ് ആണ്. ഹിയർ ഹൗ ടു അപ്ഡേറ്റ് ബാങ്ക് KYC ഡീറ്റെയിൽസ് ഓൺലൈൻ, റെഗുലേറ്ററി റൗണ്ട് അപ്പ്, ജെൻ സെഡ് ക്വയറീസ്, എക്സ്പ്ലെയിനർ, ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്. ഇത്രയാണ് ഔട്ട്ലുക്ക് മണി ദ കണ്ടൻറ്റ്. എല്ലാം മണിയെ പറ്റിയാണ്, സമ്പാദ്യം, ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെപ്പറ്റിയുള്ള മാഗസീൻ. ഒരു മാഗസീൻ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് എടുത്തത്. അടുത്തത് ഈ മാഗസീൻ്റെ കൂടെ ഫ്രീ കിട്ടിയ മാഗസീനാണ് സപ്ലിമെൻറ്റ് ഔട്ട്ലുക്ക് ട്രാവലർ. ഔട്ട്ലുക്ക് ട്രാവലർ എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആണ് സാധനം. ഇത് വെഡ്ഡിങ് സ്പെഷ്യൽ സപ്ലിമെൻറ്റ് സപ്പോർട്ട് ബൈ രാജസ്ഥാൻ ടൂറിസം. അപ്പോൾ രാജസ്ഥാൻ ടൂറിസം ഇറക്കുന്ന ഒരു പരസ്യം പോലെയാണ്. അത് രാജസ്ഥാൻ ടൂറിസം പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഇറപ്പിക്കുന്നതാണ്. രാജസ്ഥാനിലുള്ള നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ ടൂറിസത്തിന് വേണ്ടി. അപ്പോൾ അത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, മാരേജ് നടക്കുവാണെങ്കിൽ അവിടെ ഏതൊക്കെ സ്ഥലത്ത് പോയി നമുക്ക് മാരേജ് നടത്താമെന്നുള്ളത്. അതിനകത്ത് വെഡ്ഡിങ് ഇൻ രാജസ്ഥാൻ, ഇതാണ് കണ്ടൻറ്റ് പേജ്. ആകെ 5 കണ്ടൻറ്റേ ഉള്ളൂ, ചെറിയ ഒരു ഇതാണ്, എല്ലാം രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട. വെഡ്ഡിങ്സ് ഇൻ രാജസ്ഥാൻ, 10 സ്റ്റണ്ണിങ് വെഡ്ഡിങ് വെന്യൂ ടു എക്സ്പ്ലോർ. 10 സ്റ്റണ്ണിങ് വെഡ്ഡിങ്
വെന്യൂസ്. ദ മാജിക്കൽ പ്ലേസസ് ടു ടേക്ക് യുവർ ഫെറാസ്, അതാണ് അടുത്ത. ബോളിവുഡ് ബ്ലിസ്, അത് മറ്റൊരു ആർട്ടിക്കിൾ. ഹെറിറ്റേജ് ജുവൽസ്, ട്രഡീഷണൽ ജുവൽസ് ഓഫ് സ്റ്റേറ്റ്, അത് രാജസ്ഥാൻ്റെ ട്രഡീഷണൽ ജുവൽസ് ഏതൊക്കെയാണ്. വെഡ്ഡിങ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ. അങ്ങനെ മൊത്തം 6 ആർട്ടിക്കിളുടെ ഒരു ചെറിയ ഒരു സപ്ലിമെൻ്റാണിത്. ട്രാവലർ വിത്ത് രാജസ്ഥാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ രാജസ്ഥാനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഇതാണ്. അപ്പോൾ അത് അവർ ഈ മാഗസീനിലൂടെ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് വാങ്ങിയ മാഗസീൻ. ഇതിനകത്ത് വിഷുപ്പതിപ്പാണ് ഞാൻ മെയിനായിട്ട് തപ്പിക്കൊണ്ടിരുന്നത്. അത് എന്താ പറഞ്ഞാൽ പുതിയ കഥകൾ എന്താണ്, പുതിയ കാലത്തിൻ്റെ പുതിയ കഥകൾ എന്താണെന്ന് അറിയാനുള്ള ഇതാകാംക്ഷയില്ല. അപ്പോൾ അത് വായിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി.